നമസ്കാരം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മധുറോയെ അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്തതിൽ ലോകരാഷ്ട്രങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടാണ് ഉള്ളത്. അമേരിക്കയെ പിന്തുണച്ചും തള്ളിപ്പറഞ്ഞും നിരവധി ലോക നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. എന്നാൽ അതിരൂക്ഷമായ വിമർശനത്തിനൊപ്പം അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് ഉത്തര കൊറിയ. അമേരിക്കയുടേത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള ഏറ്റവും ഗുരുതരമായ കടന്നുകയറ്റവും ലംഘനവും എന്നാണ് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രസ്താവിച്ചത്. വാഷിംഗ്ടണിൻ്റെ ക്രൂരവും കിരാതവുമായ സ്വഭാവമാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്നും ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം അധിനിവേശ നടപടികൾ അംഗീകരിക്കാനാവില്ല എന്നും ഉത്തര കൊറിയ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പമാണ് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പായി ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ച ശക്തി പ്രകടനം കൂടി നടത്തിയത്. ഏകദേശം 900 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച മിസൈലുകൾ കൊറിയൻ ഉപദ്വീപിനും ജപ്പാനും ഇടയിലുള്ള സമുദ്രഭാഗത്ത് പതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ലോകത്തെ തന്നെ ഏറ്റവും അത്യാധുനികമായ ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻ നിരയെ തന്നെ ഉത്തര കൊറിയ കിഴക്കൻ തീരത്തേക്ക് തൊടുത്തു വിട്ടുകഴിഞ്ഞു എന്നാണ്. ജനുവരി 4 രാവിലെ മാരക പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഒരേ സമയം വിക്ഷേപിച്ചത്. ശത്രു റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കുന്ന അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് വിക്ഷേപിച്ചത്. ലോകത്തിലെ ഏതൊരു പ്രതിരോധ കോട്ടയെയും നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ളവയാണ് ഈ അതീവ വേഗതയിൽ കുതിച്ചുയരുന്ന അത്യാധുനിക മിസൈലുകൾ. മിസൈൽ വിക്ഷേപണം അമേരിക്കയ്ക്ക് മാത്രമല്ല, അയൽരാജ്യങ്ങളും അമേരിക്കൻ സഖ്യകക്ഷികളുമായ ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും ഭീഷണി സൃഷ്ടിച്ചിട്ടുണ്ട്. ജപ്പാനും ദക്ഷിണ കൊറിയയും അമേരിക്കയുമായി ഈ ആശങ്ക പങ്കുവച്ചു എന്നാണ് വിവരം. ആണവായുധം കൈവശമുള്ള ഉത്തര കൊറിയയുടെ പ്രവൃത്തി നാറ്റോ രാജ്യങ്ങൾക്കും മറ്റു ലോകരാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉത്തര കൊറിയയ്ക്ക് നേരെ എന്തെങ്കിലും നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ എന്താകും മറുപടി എന്ന സന്ദേശമാണ് കിം ജോങ് ഉൻ നൽകിയിട്ടുള്ളത്. ആണവ ബോംബുകൾ പോലും പ്രയോഗിക്കാൻ മടിക്കാത്ത ഭരണാധികാരിയാണ് കിം ജോങ് ഉൻ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ ട്രംപിന്റെ നടപടിയെ അതീവ ഗൗരവം ആയാണ് കിം ജോങ് ഉൻ നോക്കിക്കാണുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതെങ്കിലും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കിമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമവും ഉണ്ടാകില്ല എന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രവുമല്ല, റഷ്യയുമായുള്ള കരാറും ഉത്തര കൊറിയയുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നുണ്ട്. റഷ്യയുമായി ഉത്തര കൊറിയ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പ്രതിരോധ കരാർ പ്രകാരം ഉത്തര കൊറിയയ്ക്ക് നേരെ ആര് ആക്രമണം നടത്തിയാലും റഷ്യ സൈനികമായി ഇടപെടും. ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ള മറ്റൊരു രാഷ്ട്രമാണ് റഷ്യ. ഒരു ഏറ്റുമുട്ടൽ റഷ്യയുമായി നടത്തേണ്ടി വരിക എന്നത് അമേരിക്കയ്ക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല. മദുറോയെയും ഭാര്യയെയും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട റഷ്യയും ചൈനയും അമേരിക്ക ചെയ്ത പ്രവൃത്തിയുടെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മെക്സിക്കോ, കൊളംബിയ, ക്യൂബ എന്നീ രാജ്യങ്ങൾക്ക് എതിരെയും ട്രംപിന്റെ ഭീഷണിയുള്ള പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ റഷ്യൻ ചേരിയിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്തുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വെനസ്വേലയിൽ പിടിമുറക്കുന്ന അമേരിക്ക മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നുകയറിയാൽ തിരിച്ചടിയുണ്ടാകും എന്ന വിലയിരുത്തലിലാണ്.